ഹലോ, നമ്മളിന്ന് ദുബായിലെ റിവർലാൻഡിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും ഈ ഒരു സ്ഥലത്തുള്ള ഓരോ ബിൽഡിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ തന്നെ ഫ്രഞ്ച് വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഭാഗമാക്കി തിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടുത്തെ ടിക്കറ്റ് വരുന്നത് 30 ദിർഹമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നിട്ട് കാണാനുള്ളതാണ് ഉള്ളത്. വേറെ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഇല്ല. പിന്നെ 2-3 ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ കയറണേ വേറെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇത് അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൊരു പാലുണ്ട്. അപ്പോൾ ആ പാലത്തിൽ കയറിയാലാണ് മെയിനായിട്ടുള്ള വ്യൂ കിട്ടുള്ളൂ. പിന്നെ ഇതാ നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ നടന്നു. അപ്പം നമുക്കപ്പം തന്നെ ഇങ്ങനെ വേറൊരു സ്റ്റൈലായിരിക്കും. നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. റീൽസൊക്കെ ചെയ്യുന്നവർ കുറേ ആളുകൾ ക്യാമറാമാനൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളിത് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നടന്ന് പോവാണ്. വൈകുന്നേരം ആണെങ്കിലും നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇതാ ഉള്ളിലോട്ട് ഇങ്ങനെ കുറേ നടന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, അങ്ങനെ ചെയ്തു. പിന്നെ ഇതാ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ടോ. ഇവിടുന്ന് കയറിയിട്ടുള്ളൊരു വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. ഇവിടെ നമ്മൾ കുറേ ടൈം ഇവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കുറച്ചായപ്പോൾ തന്നെ വെയിലൊക്കെ പോയി. കുറച്ച് രാത്രി ആവുന്ന സമയമായപ്പോൾ വെയിലൊക്കെ പോയി. അപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കാനൊക്കെ കേട്ടോ. നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്നതിന് ശേഷമാണ് പോയത്. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ വേറൊരു സ്റ്റൈൽ. ഈ ഭാഗത്തിനായിട്ടോ ഫ്രഞ്ച് വില്ലേജ് എന്ന് പറയുന്നത്. അവിടെ താഴെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഫ്രഞ്ച് വില്ലേജ് എന്നുള്ളത്. കാണാൻ നല്ല വീഡിയോയിൽ അത്ര ഒരു ക്ലാരിറ്റി ഇല്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടോ, നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഇറങ്ങാൻ നേരം കൂടെ നല്ലൊരു ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതും കൂടി കണ്ടിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്.